നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കുക. ഓൺ 1st April 2012 A Limited issued ₹40 lakh 12% debentures at par redeemable at a premium of 10%. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എത്ര ഡിബഞ്ചറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ₹40 lakh. And these debentures are issued at par and redeemable at a premium of 10%. ഓക്കെ, അപ്പോൾ റെഡീം ചെയ്യുന്ന സമയത്ത് 40 lakh കൊടുത്താൽ പോരാ. 40 lakhൻ്റെ കൂടെ റിഡംഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 40 lakhൻ്റെ കൂടെ എത്രയും കൂടെ വരണം? പ്രീമിയം ഓഫ് 10% എന്ന് പറയുന്ന സമയത്ത് 4 lakh rupees പ്രീമിയം വരും. സോ ടോട്ടൽ എമൗണ്ട് ടു ബി റിഡീംഡ് ഇസ് ₹44 lakh. ഇവിടുത്തെ ഡേറ്റ് ശ്രദ്ധിക്കുക. ഇഷ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 1st April 2012. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ദെൻ റിഡംഷൻ്റെയാണ് ഇനി അടുത്ത് പറയുന്നത്. 60% ഓഫ് ദി ഡിബഞ്ചേഴ്സ് ആർ ടു ബി റിഡീംഡ് അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, 2012 ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അറ്റ് ദി എൻഡ് ഓഫ് ദി സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പം എപ്പോഴാണ് ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുന്നത്? 2012 ആകുമ്പോൾ അതിൻ്റെ സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാ വരിക? സെക്കൻഡ് ഇയർ എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 31st March 2014 വരും. അപ്പോൾ 2014 എത്ര പെർസെൻറ്റേജാണ് റിഡീം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്? 60% ഓഫ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ 60% ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 60% ഓഫ് 40 lakh എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 24 lakh. അപ്പോൾ 24 lakh റിഡീം ചെയ്യുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദി സെക്കൻഡ് ഇയർ, ദാറ്റ് ഈസ് ഓൺ 31st March 2014. And the balance at the end of the third year. അപ്പോൾ തേർഡ് ഇയർ എൻഡ് എന്ന് പറയുമ്പം ശ്രദ്ധിക്കുക, തേർഡ് ഇയർ എൻഡ് എന്ന് പറയുമ്പോൾ ഏതാ വരിക? 31st March 2015. അപ്പോൾ 31st March 2015 ബാലൻസ് ഓഫ് ഡിബഞ്ചേഴ്സ്. ബാലൻസ് ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 40% ഓഫ് 40 lakh. അതായത് 16 lakh ഡിബഞ്ചേഴ്സ് ആർ റിഡീംഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി തേർഡ് ഇയർ. അപ്പോൾ അത് മനസ്സിലായല്ലോ. അതായത് റിഡംഷൻ എന്ന് പറയുന്നത് 2 പ്രാവശ്യമായിട്ടാണ് കൊടുക്കുന്നത്. 60% ഓഫ് ദി എമൗണ്ട് ഇസ് പെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി സെക്കൻഡ് ഇയർ. ആകെ നമ്മളെ ഡിബഞ്ചേഴ്സ് 40 lakh ആയിരുന്നു. അതിൻ്റെ 60% എന്ന് പറയുമ്പോൾ 24 lakh ഇസ് പെയ്ഡ് at the end of the second year, and the balance 40% is redeemed at the end of the third year. Next, the board decided to transfer the minimum required amount to debenture redemption reserve at the end of the first year. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യണം. ബോർഡ് എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്? ഫസ്റ്റ് ഇയർ എൻഡ് ആവുന്ന സമയത്ത് തന്നെ മിനിമം എമൗണ്ട് ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്? DRR. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുന്നത് ഇറ്റ് ഈസ് റിഡീംഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ഓഫ് ദി കമ്പനി. ദാറ്റ് ഈസ് വൈ എമൗണ്ട് ഈസ് ട്രാൻസ്ഫർ ടു DRR, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മിനിമം എമൗണ്ട് ഇസ് ടു ബി ട്രാൻസ്ഫർ ടു DRR. ഈ മിനിമം എമൗണ്ട് എത്രയായിരുന്നു? 25% ഓഫ് ഡിബഞ്ചേഴ്സ്. 25% ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25% ഓഫ് 40 lakh. ദാറ്റ് കംസ് 10 lakh rupees. So 10 lakh rupees is transferred to DRR at the end of the first year itself. Then next, past journal entries for the issue and redemption of debentures without providing for interest and loss on issue of debentures. അപ്പം നിങ്ങളോട് ജേണൽ എൻട്രി എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസിനുള്ള ജേണൽ എൻട്രി വേണം, റിഡംഷനുള്ള ജേണൽ എൻട്രി വേണം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇഷ്യൂവിനൊരു എൻട്രി വേണം. പിന്നെ റിഡംഷൻ എന്ന് പറയുന്നത് 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ്. ഫസ്റ്റ് വരുന്നത് എപ്പോഴാണ്? അറ്റ് ദി എൻഡ് ഓഫ് ദി സെക്കൻഡ് ഇയർ. ദെൻ the balance 40% is redeemed at the end of the third year.
ഇപ്പോൾ 2 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് ഇവിടെ പേയ്മെൻറ്റ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് എൻട്രി ഫോർ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്. ഇവിടെ ശ്രദ്ധിക്കണം, ഈ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ നമ്മൾ സെക്കൻഡ് സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് പാർ റെഡീമബിൾ അറ്റ് പ്രീമിയം ആണെങ്കിൽ ജേണൽ എൻട്രി എന്താണ്? ഈ ജേണൽ എൻട്രി അറിയാത്തവർ ഈ പ്രോബ്ലം ചെയ്യാനിരിക്കേണ്ട കേട്ടോ. എല്ലാവരും ഇരുന്നിട്ട് ജേണൽ എൻട്രി പഠിച്ചതിന് ശേഷം മാത്രം ഇരുന്നാൽ മതി. അപ്പോൾ ജേണൽ എൻട്രി ഇവിടെ എങ്ങനെയാണ് വരുന്നതെന്നാണ് പറയുന്നത്? ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് പാർ റെഡീമബിൾ അറ്റ് പ്രീമിയം. അപ്പോൾ ഇഷ്യൂഡ് അറ്റ് പാർ ആണെങ്കിൽ ജേണൽ എൻട്രി ഇഷ്യൂഡ് അറ്റ് പാർ റെഡീമബിൾ അറ്റ് പ്രീമിയം ആണെങ്കിൽ ജേണൽ എൻട്രി ഇങ്ങനെയാണ് വരിക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ പ്രീമിയത്തിന് റിഡീം ചെയ്യുന്ന സമയത്ത് ദാറ്റ് റിഡംഷൻ പ്രീമിയം ഇസ് എ ലോസ് ഫോർ ദ കമ്പനി. സോ ജേണൽ എൻട്രി ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു 12% ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട്. ഇനി പ്രീമിയത്തിനാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ്. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ്. ഓക്കെ, അപ്പം ഇനി ഏതൊക്കെ എമൗണ്ട് എഴുതാൻ നോക്കാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എത്ര എമൗണ്ടിൻ്റെ ഡിബെഞ്ചേഴ്സാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? 40 lakh. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതേണ്ടത്? ഇഷ്യൂഡ് അറ്റ് പാർ ആയതുകൊണ്ട് 40 lakh. ദെൻ amount transferred to debenture capital, same amount 40 lakh. And these debentures are redeemed at a premium of 10%. So redemption premium എന്ന് പറയുന്നത് 40 lakhൻ്റെ 10%, that comes 4 lakh rupees. So redemption premium എന്ന് പറയുന്നത് എന്താണ്? It is a loss for the company, so that loss is debited to കമ്പനീസ് അക്കൗണ്ട്. സോ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് എത്ര വരും? 40 lakh. നരേഷൻ എഴുതുമ്പോൾ ഇത്ര മാത്രം എഴുതിയാൽ മതി. ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അറ്റ് പാർ റിഡീമബിൾ അറ്റ് എ പ്രീമിയം ഓഫ് 10%. അപ്പോൾ ഫസ്റ്റത്തെ എൻട്രി ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ ഡേറ്റ് ശ്രദ്ധിക്കുക. എന്നാൽ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 1 April 2012 അപ്പോൾ ജേണൽ എൻട്രി ഫോർ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് റിഡീമബിൾ അറ്റ് പ്രീമിയം ആണെങ്കിൽ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു 12% ഡിബെഞ്ചേഴ്സ് ടു പ്രീമിയം ഓൺ റിഡംഷൻ. അപ്പം നമ്മളെ ഇത് കഴിഞ്ഞു. എന്താണ്? ഇഷ്യൂ ചെയ്ത ജേണൽ എൻട്രി കഴിഞ്ഞ് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത്. ഇനി റിഡീം ചെയ്യുന്നത് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ കമ്പനി ചെയ്തത് എന്നാണ് പറയുന്നത്? ഡിബെഞ്ചർ റിഡംഷൻ റിസർവാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഡിബെഞ്ചർ റിഡംഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്നാണ്? അറ്റ് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഇയർ. അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 April 2012 ടു 31st March 2013 ആണ് ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് 31st March 2013. So you have to create debenture redemption reserve out of profits. So journal entry for creating debenture redemption reserve, profit and loss appropriation account debtor to debenture redemption reserve. ഇനി how much is transferred to reserve എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. അതും ക്വസ്റ്റ്യനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 25% of minimum transfer the minimum required amount to DRR. So according to Companies Act 2013, the minimum amount to be transferred to DRR is 25% of value of debentures. ഇപ്പോൾ 25% of value of debentures എന്ന് പറയുന്നത് എത്രയാ വരിക? 25% of 40 lakh. 25% of 40 lakh എന്ന് പറഞ്ഞാൽ 10 lakh rupees. That is the amount of reserve to be created for debenture redemption purpose. So hope it is clear. Second journal entry at the end of the first year എന്ന് പറഞ്ഞതിനെ കൊണ്ടാണ് ഡേറ്റ് അങ്ങനെ വന്നത്. അപ്പോൾ നമുക്ക് ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? എപ്പോഴാണ് നിങ്ങൾ ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റെഡീം ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മളത് എന്താക്കണം? ഇൻവെസ്റ്റ് ചെയ്യണം.
അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കുക, എത്ര എമൗണ്ട് ആണോ റെഡീം ചെയ്യുന്നത്, എമൗണ്ട് റെഡീം ചെയ്യുന്നത് എന്ന് പറയുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് റെഡീം ചെയ്യുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദി സെക്കൻഡ് ഇയർ. ആ സെക്കൻഡ് ഇയർ നിങ്ങൾ റെഡീം ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്? 24 lakh ആണ്. അപ്പോൾ അത് റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ റിസർവ് നിന്ന് എന്താക്കണം? റിസർവ് ഷുഡ് ബി ഇൻവെസ്റ്റഡ്. സോ ഫോർ ഇൻവെസ്റ്റിംഗ് DRR ജേണൽ എൻട്രി എന്നാണ് നോക്കണേ, എപ്പോഴും ഏപ്രിൽ 30 മുന്നേ ആയിട്ടാണ്. അപ്പോൾ 29th April 2013 you have to invest this reserve. So debenture redemption reserve investment account debtor to bank. ഇപ്പോൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി എന്താ വരുന്നത്? DRR ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ബാങ്ക്. ഇനി ഹൗ മച്ച് ഇസ് ടു ബി ഇൻവെസ്റ്റഡ് എന്നുള്ളതാണ്. അതും ക്വസ്റ്റ്യമായിട്ട് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ. എത്ര എമൗണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 15% ഓഫ് വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ടു ബി റെഡീംഡ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇയറിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി സെക്കൻഡ് ഇയറിൽ എത്ര വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സാണ് റെഡീം ചെയ്യാൻ പോണത്? 60% ഓഫ് വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അല്ലേ? അപ്പോൾ 60% എന്ന് പറയുമ്പം എത്രയാണ് വരുന്നത്? 24 lakh ആണ്. അപ്പോൾ 24 lakhൻ്റെ 15% ആണ് നിങ്ങൾ എന്താക്കാൻ പോണത്? ഇൻവെസ്റ്റ് ചെയ്യാൻ പോണത്. ഓക്കെ, സോ DRR ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ബാങ്ക് 15% ഓഫ് വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ടു ബി റെഡീംഡ്. അപ്പോൾ വരുന്നത് എത്രയാണ്? 3,60,000. സോ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇസ് ഇൻവെസ്റ്റഡ്. ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ റെഡീം ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 31st March 2014 ആണ്. 13 ആണ്. ആ സമയത്ത് നിങ്ങൾ എന്താക്കണം? ദീസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ടു ബി സോൾഡ്. സോ ഫോർ മേക്കിംഗ് സെയിൽ ഓഫ് ദിസ് ഇൻവെസ്റ്റ്മെൻറ്റ്, എന്നാണോ വിൽക്കുന്നത് അന്ന് സെയിലാക്കിയാൽ മതി. അപ്പം നമ്മളെ ഡേറ്റ് ഓഫ് റിഡംഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 31st March 2014. 31st March 2014 ജേണൽ എൻട്രി ഫോർ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ഏതാണ്? സെയിൽ നടത്താൻ പോണത് നമ്മൾ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ലാസ്റ്റ് ഇയറിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടാണ് നമ്മൾ എന്താക്കാൻ പോണത് ഇപ്പം സെയിലിന് വെച്ചത്. സോ 3,60,000 ഇസ് ദി എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് റിയലൈസ്ഡ്. ഓക്കെ, സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് ജേണൽ എൻട്രി നിങ്ങൾക്ക് എന്തെഴുതാം? DRR ഇൻവെസ്റ്റ്മെൻറ്റ്സ് റിയലൈസ്ഡ് ഫോർ ദ പേർപ്പസ് ഓഫ് ഡിബഞ്ചർ റിഡംഷൻ. ഓക്കെ, ഇനി നമ്മൾ ആ 60% ഡിബഞ്ചേഴ്സ് ആണല്ലോ റെഡീം ചെയ്യാൻ പോണത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഡിബഞ്ചർ റിഡംഷൻ ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യുന്ന സമയത്തുള്ള എൻട്രിയാണ്. അപ്പോൾ ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് എൻട്രി വരിക? വെൻ ഇറ്റ് ഈസ് ഡ്യൂ ജേണൽ എൻട്രി, അതായത് 31st March 2014 വെൻ ഡിബഞ്ചർ ഇസ് ഡ്യൂ ഫോർ റിഡംഷൻ ജേണൽ എൻട്രി. ഇവിടെ പ്രീമിയത്തിനാണ് റെഡീം ചെയ്യുന്നത്. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെ വരും? 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. വെൻ premium is debentures are due for redemption, journal entry when it is due redeemed at a premium, journal entry 12% debentures account debtor premium on redemption account debtor to debenture holders account. അപ്പോൾ at the end of the second year how much is to be redeemed? 60% of value of debentures. അപ്പോൾ 60% of value of debentures എന്ന് പറയുന്നത് നമ്മളെ ടോട്ടൽ വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് 40 lakh ആണ്. 40 lakhൻ്റെ 60% എന്ന് പറയുമ്പോൾ 24 lakh 12% ഡിബഞ്ചേഴ്സ്.
പ്രീമിയം എന്ന് പറയുന്നത് ആ 24 ലാക്കിൻ്റെ 10% ഇസ് പ്രീമിയം. സോ 10% ഓൺ 24 ലാക്ക് 2,40,000. സോ ടോട്ടൽ എമൗണ്ട് ഡ്യൂ ഫോർ റിഡംഷൻ ഇസ് 26,40,000. നരേഷൻ എഴുതാം. ദ എമൗണ്ട് ഡ്യൂ ഓൺ റിഡംഷൻ ഓഫ് 60% ഓഫ് ഡിബഞ്ചേഴ്സ്. ക്ലിയർ ആണോ? അപ്പം ഇനി ഇത് എന്ത് ചെയ്യാം? കൊടുക്കാൻ വേണ്ടിയിട്ട് ഡ്യൂ ആയിട്ടല്ലേ ഉള്ളൂ. യു ഹാവ് ടു മേക്ക് പേയ്മെൻറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. സോ സെയിം ഡേറ്റ്, ദാറ്റ് ഈസ് ഓൺ 31st March 2014. ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ടോട്ടൽ എമൗണ്ട് എത്രയാ? 26,40,000. 26,40,000 is the total amount redeemed. അതായത് 24 ലാക്കാണ് ശരിക്കും വാല്യൂ വരിക 60% എന്ന് പറയുമ്പം. പക്ഷേ റിഡീം ചെയ്യുന്നത് എങ്ങനെയാണ്? 10% പ്രീമിയത്തിനാണ്. സോ ടോട്ടൽ എമൗണ്ട് ടു ബി റിഡീംഡ് 26,40,000. ഓക്കെ. ഇനി നമ്മൾ അടുത്ത പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്നാണ്? നെക്സ്റ്റ് പേയ്മെൻറ്റ് ഈസ് ഓൺ അറ്റ് ദി എൻഡ് ഓഫ് ദി തേർഡ് ഇയർ. തേർഡ് ഇയർ എന്ന് പറയുന്ന സമയത്ത് 2015 ആണ്, 31st March 2015. സോ ഇൻ ഓർഡർ ടു മേക്ക് പേയ്മെൻറ്റ് ഓൺ 31st March 2015, യു ഹാവ് ടു ക്രിയേറ്റ് റിസർവ് ഓൺ 31st March 2014. ഒരു ഇയർ മുന്നേ തന്നെങ്കിലും റിസർവ് ക്രിയേറ്റ് ചെയ്താലല്ലേ ഉള്ളൂ നിങ്ങൾക്ക് അടുത്ത ഇയർ അത് റിഡീം ചെയ്യാൻ പറ്റുക. അപ്പം ഏതിന് വേണ്ടിയിട്ടാണ് ഇനി ക്രിയേറ്റ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക. ഏത് എമൗണ്ടിന് വേണ്ടിയിട്ടാണ്? ബാക്കിയുള്ള 40% ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യാനുണ്ട്. അപ്പം വി ഹാവ് ഓൾറെഡി ക്രിയേറ്റഡ് റിസർവ്. മനസ്സിലായല്ലോ? ഒരുമിച്ച് നമ്മൾ 40 ലാക്കിനുള്ള റിസർവ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയർ തന്നെ. കാരണം ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഫസ്റ്റ് ഇയർ എൻഡിൽ തന്നെ റിസർവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി ഇത് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഡേറ്റ് എന്നായിരിക്കണം? എന്നാണോ റിഡീം ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് പ്രീവിയസ് ഇയറിൽ ഏപ്രിൽ 30 മുന്നേ കൊടുക്കണം കേട്ടോ. അപ്പോൾ 29th April 2014 യു ഹാവ് ടു മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി ക്രിയേറ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഇയർ. നൗ യു ഹാവ് ടു മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺലി. ഓക്കെ. സോ ഫോർ മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്, ജേണൽ എൻട്രി DRR ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും എത്ര പെർസെൻറ്റേജ് ആണ്? മിനിമം എന്ന് പറയുന്നത് 15% ഓഫ് വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ടു ബി റെഡീംഡ്. ഇനി നമുക്ക് എത്രയാണ് റെഡീം ചെയ്യാനുള്ളത്? തേർഡ് ഇയർ എൻഡ് ആവുന്ന സമയത്ത് എത്രയാണ് നമ്മൾ റെഡീം ചെയ്യാൻ പോണത്? 16 ലാക്കാണ്. അപ്പോൾ 15% ഓഫ് 16 ലാക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് കംസ് 2,40,000. അപ്പോൾ ക്ലിയർ ആണോ എത്രയാണ് DRR ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദി തേർഡ് ഇയർ എന്നുള്ളത്? ഓക്കെ. ഇതിന് നരേഷൻ ഇത് കൊടുത്താൽ മതി. DRR ഇൻവെസ്റ്റ്മെൻറ്റ്സ് മെയ്ഡ് ഈക്വൽ ടു 15% ഓഫ് വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് റിഡീംഡ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? എന്നാണോ റിഡീം ചെയ്യുന്നത് അന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ നടത്തണം. അപ്പോൾ എന്നാണ് നിങ്ങൾ റിഡീം ചെയ്യുന്നത്? നമ്മളിതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡേറ്റ്. 31st March 2015 ആണ്. അതായത് അറ്റ് ദ എൻഡ് ഓഫ് ദ തേർഡ് ഇയർ എന്ന് പറയുന്നത് അന്നാണ് ഡേറ്റ് വരുന്നത്. അന്നാണ് നമ്മൾ ഈ ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യാൻ പോകണം. അപ്പോൾ റെഡീം ചെയ്യുമ്പം യു ഹാവ് ടു മേക്ക് സെയിൽ ഓഫ് ദീസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. സോ ഫോർ മേക്കിംഗ് സെയിൽ, ജേണൽ എൻട്രി ഫോർ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ എന്താ വരുന്നത്? ബാങ്ക് ബാലൻസ് ഇൻക്രീസസ്. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു DRR ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സെയിൽ നടത്തുന്നത്. നിങ്ങൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് തന്നെ വിറ്റാൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ എത്രയ്ക്കാണ് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? ഇൻവെസ്റ്റഡ് എമൗണ്ട് 2,40,000. ഓക്കെ. അപ്പം DRR ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ നടത്തി. ഇനി നമ്മൾ റെഡീം ചെയ്താൽ മതി ബാലൻസ് എമൗണ്ട്. അപ്പോൾ സെയിം ഡേറ്റ് തന്നെയാണ് വരിക, 31st March 2015, വെൻ ഡിബഞ്ചേഴ്സ് ആർ ഡ്യൂ ഫോർ റിഡംഷൻ. ഇപ്പോൾ 2 എൻട്രി ആണല്ലോ. ആദ്യം ഡ്യൂ ആകുമ്പം വരണം, പിന്നെ ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ്. സോ വെൻ ഡിബഞ്ചേഴ്സ് എമൗണ്ട് ഈസ് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്, ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ അറ്റ് പ്രീമിയം. സോ വെൻ ഇറ്റ് ഈസ് ഡ്യൂ 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ
പ്രീമിയത്തിനാണ് റെഡീം ചെയ്യുന്നത്. സോ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അപ്പോൾ എത്രയാണ് നമ്മൾ റെഡീം ചെയ്യാനുള്ളത്? 16 ലാക്കാണ്. പ്രീമിയം ഓഫ് 10% എന്ന് പറയുമ്പം 1,60,000. ടോട്ടൽ എമൗണ്ട് ഡ്യൂ ഫോർ റിഡംഷൻ 17,60,000. ഓക്കെ, അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഡ്യൂ ഫോർ റിഡംഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 17,60,000. ഇനി നമ്മൾ കൊടുക്കണം ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ് സെയിം ഡേറ്റ് 31st March 2015 ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ജേണൽ എൻട്രി ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. എത്രയാണ് കൊടുക്കാൻ പോണത് നോക്കൂ. 17,60,000 ആണ് തേർഡ് ഇയർ എൻഡ് ആയപ്പം ഡ്യൂ ആയിട്ടുള്ളത്. ദാറ്റ് എമൗണ്ട് ഇസ് ടു ബി റീപെയ്ഡ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. മനസ്സിലായോ? അപ്പം നരേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. പേയ്മെൻറ്റ് മെയ്ഡ് ഓൺ റിഡംഷൻ. സോ ലാസ്റ്റ്, ഡോണ്ട് ഫോർഗെറ്റ് ടു ക്ലോസ് DRR അക്കൗണ്ട്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഫസ്റ്റ് ഇയർ എൻഡ് നമ്മൾ ഓപ്പൺ ചെയ്തൊരു അക്കൗണ്ടാണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. So close debenture redemption reserve account by transferring the balance to general reserve. So last entry as on 31st March 2015, debenture redemption reserve account debtor, DRR account debtor to general reserve. ഈ റിസർവിൽ എത്രയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായത് ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് ഇയർ എൻഡായ സമയത്ത് എത്രയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? 10 lakh rupees ആണ്. ദാറ്റ് 10 lakh ബാലൻസ് ഓഫ് DRR അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു ജനറൽ റിസർവ്. സോ എമൗണ്ട് ടു ബി ട്രാൻസ്ഫേർഡ് 10 lakh rupees. സോ DRR അക്കൗണ്ട് ഗെറ്റ്സ് ക്ലോസ്ഡ്. അപ്പോൾ ഇങ്ങനെയാണ് നരേഷൻ കൊടുക്കേണ്ടത്. ട്രാൻസ്ഫർ ഓഫ് DRR അക്കൗണ്ട് ബാലൻസ് ടു ജനറൽ റിസർവ്. Okay.